ചെറുപ്പത്തിലെ അങ്ങനെ നമുക്ക് അറിയാലോ, മിമിക്രിക്കാരനാണ് അല്ലെങ്കിൽ മിമിക്രിക്കാരന്റെ മോനാണെന്നൊക്കെ പറയാമല്ലോ. അങ്ങനെ ഒരു ഇടപാടും ഇല്ല. ഇപ്പൊ ഈ യുവജനോത്സവത്തിൽ ഫസ്റ്റ് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഇയാളെ യഥാർത്ഥ രൂപം പുറത്തു വന്നത്. സ്വഭാവം അറിഞ്ഞതല്ലേ? അൽവിൻ ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. വൈറലായിക്കൊണ്ടിരിക്കാനോ. പിന്നെ വേറൊരു കാര്യമാണ് ഞാൻ പറയട്ടെ, ഈ നിൽക്കുന്ന വലിയ മനുഷ്യന്റെ മാമോദിസക്ക് ഞാനിങ്ങനെ അടുത്തുണ്ടായിരുന്നു. എന്റെ കയ്യിലൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ നോക്കണോ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അടുത്ത് ചെന്ന് നിന്നോട്ടെ എന്ന് ചോദിച്ചത്. ഇയാളുടെ മാമോദിസക്ക് തൊട്ടടുത്ത് ഇയാളുടെ അച്ഛന്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു. എന്റെ കയ്യിലൊക്കെ തന്ന് എന്റെ വൈഫൊക്കെ ഉണ്ടായിരുന്നു. കയ്യിലൊക്കെ വെച്ചു. അപ്പൊ എത്ര ചെറുതാണല്ലേ. അപ്പൊ ഭയങ്കര അഭിമാനം. ഇപ്പൊ ആൽവിൻ വേണമെങ്കിൽ ബിജുക്കുട്ടനെ കയ്യിലെടുക്കും. ഇപ്പൊ എത്രല്ല പഠിക്കണത്? +2 ബയോസയൻസ്. നിങ്ങളുടെ സ്കൂൾ ഏതാ? ഏത് സ്കൂളിൽ നിന്നാണ്? സെന്റ് ജോസഫ് മതിലകം. എന്താണ് സിനിമാ താരങ്ങളെ മാത്രമാണ് അനുകരിക്കുന്നത്? അതെ 21 സ്റ്റാർ സിനിമ ഞാൻ അവിടെ ചെയ്തത് കേരളോത്സവത്തിൽ. 5 മിനിറ്റ് കൊണ്ട്. ഇവിടെ ഇപ്പൊ അതാണോ അവതരിപ്പിക്കാൻ പോകുന്നത്? വേറൊരു വെറൈറ്റി. ഈ ഫ്ലോർ വേറെ ആണല്ലോ. അപ്പൊ വേറൊരു സാധനം കണ്ടെത്തിയിരുന്നത്. അത് എന്താണെന്ന് അറിയാൻ പാടില്ല, ചെയ്താലേ മനസ്സിലാവുള്ളൂ നമുക്ക്. അപ്പൊ നമുക്ക് എന്താണ് ചെയ്യാനുള്ളത് ചോദിച്ചിട്ട് നമുക്ക് പെർഫോം ചെയ്യാലോ ഇന്ന് തന്നെ. അതെ. ആൽവിൻ, എല്ലാവർക്കും എൻ്റെ മിമിക്രിയിലേക്ക് സ്വാഗതം. ഞാനല്ല ചെയ്യാൻ വേണ്ടി പോകുന്നത്, വേറെ ആൾക്ക് മൈക്ക് കൊടുക്കാം. എല്ലാവർക്കും നമസ്കാരം. എന്താണ് ആര് കൈയടിക്കാഞ്ഞത്? ഞാൻ വലിയ ആൾക്കാർ വന്നിട്ട് കൈയടിച്ചാലേ കുഴപ്പമില്ല. എല്ലാവരെയും കരയിപ്പിക്കും ഞാൻ. കയ്യൂക്കിലല്ല, നാവിന്റെ ബലത്തില്. എൻ്റെ ഒപ്പം വേറൊരുത്തനുണ്ടായിരുന്നു, ചേട്ടനറിയാല, ഒരു മാത്യൂസ് എന്ന് പറഞ്ഞിട്ട്. അവനിപ്പോ വലിയ ആളായി. ലിയോ പടത്തിലൊക്കെ പോയി അഭിനയിച്ചു. നമ്മളും വലിയ ആളായില്ലപ്പാ. അതായി. എന്തായാലും എത്ര 100 കോടിയെ കഴിഞ്ഞില്ലേ? അതാരത്ത് പറയണ്ട, പബ്ലിസിറ്റി വേണല്ലോ. വേണം. എന്നാലും ഇപ്പൊ ഞാനേ വേറൊരാളെ വിളിക്കാം. ഓക്കെ. മാത്യൂസിന്റെ അപ്പനായിട്ട് ഒരാളെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ദളപതി വിജയനറിയിലേക്ക് അറിയോ? അതേ പുള്ളിക്കാരത്തെ ഇപ്പോട്ട് ഞാൻ കൊടുക്ക. അണ്ണ ஏதாவது பிள்ளைக்கு என் நெஞ்சில் நேரா நண்பர்களே, ஒருதான் பாஸ்ட் பற்றி அடி பேசினா அதுல தவிர நல்லது இருக்கணும். ஆனா எனக்கு அந்த மாதிரி அதெல்லாம் இதெல்லாம் உனக்கு தேவையா? லியோவை பார்க்கணும் நீ தானே கேட்டீங்க, பார்த்துட்டேன். நீ என் நண்பனை கூப்பிடுமா? நண்பன் இருக்கிற நண்பன் கிடையாது, என் ஸ்டூடெண்ட் தான், அர்ஜுன் தாஸ். எல்லாம் பார்த்து எனக்கு கடப்பட கிடையாது. அடுத்த படிப்படியா தூக்கி பேசுறோம். என்ன வரியா? வாடா. ரோலக்ஸ், அவன் பேர் தில்லி. ரோலக்ஸ் வரன்றா. நீ இப்ப என்ன கூப்பிட்ட சார்? இனிமே சார். எஸ் சார். ஓகே சார். எஸ் சார். வாத்தியார் இருக்க, அவனுக்கு கொடுக்குறேன். சூப்பர் ஸ்டார் ரஜினி சார். ஓகே. இதோட வேற அவ்வளோ சாப்பாடு கொடுத்துட்டேன். 10 வருஷம் கவலை செய்யல. உடல் மாற்றம் கரண்ட் கட்டு எல்லாரும் தள்ளி வசீகரிக்குதார். நண்பனை கூப்பிட்டுமா? நண்பனை கூப்பிடு. கமலஹாசன். எனக்கு கடவுள் யார் சொன்னது? ரொம்ப நாளாவே இருக்கு. முன்ன படம் தெரியாமல ஒருத்தனுக்கிட்ட கண்ணுகிற நல்ல மனசு இருக்கா, அதுதான் கடவுள். ஒரு ஸ்டூடெண்ட், எனக்கு ஒரு ஸ்டூடெண்ட் இருக்கு, அவனை விളിக்கட்டுமா? அவன் அரசுக்கும் கூடதா, விஜய் சேதுபதி. எல்லாருக்கும் கிளாஸ் விட்டு வேலை பார்த்துருக்கும், விசேஷத்து வேலை பார்த்துருக்கும் வித்தியாசம் இருக்கிறேன். நான் ஒரு சாப்பிட்டு காட்டட்டுமா? எப்பா எல்லாரும் வாங்க, உனக்கு 2 லட்சம் தரேன். முடிஞ்சது கொண்டுட்டு ഉളവാളെ കാപ്പാത്തക്കോ. ഈ പൊളിച്ച് ഇനി കുറച്ച് മലയാള ആൾക്കാരെ കൂടി ചെയ്യാ അല്ലേ? കുറെ നേരെ ചേച്ചിയൊക്കെ നോക്കണേ, തമ്മിലൊന്നും മനസ്സിലാവില്ല എന്ന് തോന്നണല്ലേ? ഇനി ആവേശം സിനിമ കണ്ടിട്ടില്ലേ നിങ്ങള്? അതില് അമ്പാനറിയൂലേ? എവിടെ ഇപ്പോട്ടത് കൊടുക്ക. അന്ന പണ്ട് ചൂസറന്നപ്പാ ചുറ്റീനെയും കൊണ്ടാണ് അന്ന ചാടി ചെമ്പടത്തോളത്തോടി ചവിട്ടി ചെമ്പടത്തോളത്തോടി കുത്തി കൊന്ന്. എന്താ നിനക്ക് ബോറടിച്ച? നിനക്ക് മാസാണ് വേണ്ടത്. ഇനി ദുൽഖർ സൽമാൻ കൊടുക്കാം. എനിക്കൊരു കാര്യത്തില് വിഷമമുള്ളൂ, നീ എന്നെ തേടി വരണമെന്ന് വിശ്വസിച്ചല്ലോ. സാറാ മേരി കുര്യൻ, ഓൾ ദി ബെസ്റ്റ്. ഇനി എന്നെ ആര് കാണുന്നു ഞാൻ തീരുമാനിക്കും. അത് കാക്കയാലും ശരി കഥനാലും ശരി, തേർക്കാൻ പറ്റുമെങ്കിൽ തേർക്കണം.
താങ്ക് യു ദുൽഖർക്ക പൊളിച്ചു. ഇനി എന്റെ ഒരു സ്റ്റുഡന്റ് ഉണ്ട്. അതാരാണ്? അത് ആരാണെന്ന് അറിയില്ലല്ലേ? ആടിയ മീങ്കോസ് കണ്ടിട്ടില്ലേ ചേട്ടൻ? അതില് ആസിഫ് എന്റെ സ്ലാങ് വെച്ചിട്ടാണ് പഠിച്ചത്. Correct. അല്ലേ? അതെ, ഞാൻ ട്യൂഷനൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുക്ക എന്റെ ബോസ്. ഞാൻ ഇങ്ങനല്ലായിരുന്നു, കാര്യം പൊളിയായിരുന്നു. ഏത് പറയാനാ ബോസേ? ഇവന്റെ കയ്യിൽ പോയി. ഞാൻ ഇത് പ്രശ്നം ഇടയിലില്ല, കാലില് കാറ്റിലടിച്ച് വലിക്കണം. പണത്തിന്റെ പേരിൽ ലൂക്കതിലുണ്ടെങ്കിൽ അത് കർത്താവും ആണ്ടിയാണ്. ആണ്ടിയാരാന്നറിയൂ? അജു വർഗീസ് ഇവിടെ പോണ്ട്. അജു ടീമറിന്റെ മത്സര 10 വയസ്സായി തല്ലുള്ളൂ. ഇനി എന്തെങ്കിലും തല്ലി. ഇനി റിയാസ്ക വന്നിട്ടുണ്ട്. റിയാസ്ക എന്താ പറയാൻ? ഭാസ്കരാ, എല്ലാവർക്കും എന്താ കൊടുക്കേ? കള്ളോ കപ്പയോ കൊഞ്ചോ കരിമീനോ എല്ലാം പോരട്ടെ. എല്ലാം എന്റെ ചെലവ്. എല്ലാരും അടിച്ചു കറി വാ. സുരേഷ് ഏട്ടനെ വിളിക്കട്ടെ. സുരേഷ് ഏട്ടാ അടിച്ചു കറി വാ. ചാരമാണെന്ന് കരുതി ചക്കയാൻ നിൽക്കണ്ട. കണ്ണല്ല കെട്ടിട്ടില്ലേ പൊള്ളും. ഈ ഫ്ലവേഴ്സ് ഞാൻ അങ്ങ് എടുക്കുക. ഈ ഫ്ലവേഴ്സ് നിങ്ങൾ എനിക്ക് തരണം. ഞാൻ അങ്ങ് എടുക്കുക. തരൂട്ടാ സുരേഷ് ഏട്ടാ. അല്ലേ കൊടുക്കൂല്ലേ? തരൂ. ഇനി അടുത്തതേ, ഇനി കുറച്ച് 2 ലെജൻസിനെ വിളിക്കാൻ വേണ്ടി പോണു. ഇവിടെ കുറെ പഴയ ആൾക്കാർ ഇരിപ്പുണ്ട്. അവർക്ക് പുതിയ ആൾക്കാരൊന്നും മനസ്സിലാവില്ലല്ലോ. കൊച്ചിനെ ഇവരെ വിളിക്കട്ടെ. ഇവിടെ കൊടുക്ക. പിള്ളച്ച പിള്ളേരുടെ കളിയാഴ്ചല്ല. അതെ, എന്താ കാണിച്ചത്? കൊണ്ടിതോട്ടാ ചതിതാക്കല്ല. അതെന്താണ് അങ്ങനെ പറയുന്നത്? കുണ്ടി ഇതൊക്കെയാണ് ഒരു വേദിയിൽ വെച്ച് പറയണത്. മോശമായി പോയല്ലേ? ബിജു പറഞ്ഞു കൊടുക്കായിരുന്നില്ലേ? ഇനി എന്റെ ഒരു ആശാരുണ്ട് കേട്ടോ. പുള്ളിക്കാരത്തിന് ഡേഞ്ചറൊക്കെയാണ്. ഞാൻ വിളിക്ക. ജനാർദ്ദനൻ അറിയില്ലേ? കൊടുക്കുക. എന്താ പേര്? അതിനിടയ്ക്ക് എന്റെ പേരും പറഞ്ഞ ആശാൻ നസ്ലിൻ. നീ നസ്ലിനല്ലടാ, പൊന്നപ്പൻ. അയ്യോ, തങ്കപ്പൻ എന്നായിരുന്നിട്ടാ. ആശാന് തെറ്റിപ്പോയി. ആശാനെ തങ്കപ്പൻ എന്ന് പറ. എടാ എൽദോ, ഇവന് 2 കാലം തല്ലി കൊടുക്കടാ. ഞാനതിറച്ചന്റെ ഒരു ഭാഗത്ത് ആശാൻ, മറ്റേ ഭാഗത്ത് അവര്. ഇതൊക്കെ എന്നെ കിട്ടിയോളൂ. നീ പോടാ ചിത്രരോഗി. നന്ദി.